KTU സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്നും പുതിയ VC ശിവപ്രസാദ് ഇറങ്ങിപ്പോയി. അജണ്ടയിലില്ലാത്ത വിഷയം ചർച്ച ചെയ്യണമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് അതിന് കഴിയില്ല എന്ന് അറിയിച്ചുകൊണ്ട് VC ഇറങ്ങിപ്പോയത്. എന്നാൽ പിന്നീട് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഡോക്ടർ വിനോദ് കുമാർ ജേക്കബിനെ അധ്യക്ഷനാക്കി സിൻഡിക്കേറ്റ് യോഗം തുടർന്നു. തട്ടിപ്പിൻ്റെ ആരോപണത്തിനെ കുറിച്ചാണ് അന്വേഷണ റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് സഭയിൽ സിൻഡിക്കേറ്റിൽ വെക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെ റിപ്പോർട്ടുണ്ടോ? ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുന്നതിനുള്ള തടസ്സം അജണ്ട ഇല്ലാത്തതുകൊണ്ടാണ്. അജണ്ടയിൽ ഇല്ലാത്തതുകൊണ്ട് വെക്കാൻ പറ്റില്ല. സിൻഡിക്കേറ്റിലൊന്നും ആദ്യമേ തന്നെ ഇത് അവതരിപ്പിച്ചപ്പോൾ ഞാനത് സിൻഡിക്കേറ്റ് കോൾ ഓഫ് ചെയ്തു, ഞാനത് നിർത്തിവെച്ചു. സിൻഡിക്കേറ്റും VCയും തമ്മിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വരികയാണെങ്കിൽ അതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇതിൻ്റെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറാണ്. അപ്പോൾ ഇന്നത്തെ സംഭവങ്ങളുടെ ഈ സംഭവ വികാസവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വൈസ് ചാൻസലർ എന്ന നിലയിൽ ചാൻസലർക്ക് അറിയിക്കുകയാണ്. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്റ്റെഫിൻ, പുതിയ VCയെ പ്രകോപിപ്പിച്ച കാര്യം എന്തായിരുന്നു? പിന്നീട് പകരമാളെ വെച്ച് സിൻഡിക്കേറ്റ് യോഗം തുടർന്നോ, പൂർത്തിയായോ? പ്രജീഷ്, VC ആയിട്ടുള്ള ശിവപ്രസാദ് ചുമതലയേറ്റതിന് ശേഷം ആദ്യമായി നടക്കുന്ന യോഗമാണ്, സിൻഡിക്കേറ്റ് യോഗമാണ്. ആ യോഗത്തിൽ നിന്നാണ് VC ഇറങ്ങിപ്പോയത്. പ്രത്യേകിച്ചും ഫിനാൻസ് വിഭാഗത്തിലെ ഓഫീസറായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെയുള്ള ചില കേസുകളുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ വയ്ക്കണമെന്നൊരു ആവശ്യം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അത് VC ശിവപ്രസാദ് തടയുകയാണ് ഉണ്ടായത്. അങ്ങനെ വയ്ക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങേണ്ടതില്ല, അത് അജണ്ടയില്ലാത്ത കാര്യമാണ് എന്ന് അറിയിച്ചു. തുടർന്ന് അവിടെ ഒരു വാക്കേറ്റം ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളും അതോടൊപ്പം തന്നെ VCയും തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും അജണ്ടയില്ലാത്ത കാര്യം ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് VC ഉറച്ച നിലപാടെടുത്ത് ഇറങ്ങിപ്പോവുകയായിരുന്നു. പിന്നീടാണ് ഈ യോഗം വിനോദ് കുമാർ ജേക്കബിനെ അധ്യക്ഷനായിക്കൊണ്ട് അദ്ദേഹം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അദ്ദേഹത്തിനെ അധ്യക്ഷനാക്കി സിൻഡിക്കേറ്റ് യോഗം പൂർത്തിയാക്കുകയായിരുന്നു. പിന്നീട് ഈ അജണ്ടയിൽ ഇല്ലാത്ത ഈ കാര്യം തുടർന്ന് ചർച്ച ആയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.